ഹായ് എവരി വൺ. നമ്മൾ റീസെന്റ് ന്യൂസിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു വേർഡാണ് സ്ട്രെയിറ്റ് അഥവാ കടലിടുക്ക്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ നടന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ പോലെ തന്നെ ലോകത്തിന്റെ വിവിധ ലൊക്കേഷൻസിൽ വിവിധങ്ങളായിട്ടുള്ള സ്ട്രെയിറ്റുകളുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് ഈ സ്ട്രെയിറ്റ്സ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഏതൊക്കെ വാട്ടർ ബോഡീസിനെയാണ് ഈ സ്ട്രെയിറ്റ്സ് കണക്ട് ചെയ്യുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 10th പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലോകത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഒരു സ്ട്രെയിറ്റ് എന്നതും മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടേം ആണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻ്റ് സ്ട്രെയിറ്റ്സിന്റെ ലൊക്കേഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഒരു സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്? ഒരു സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലാർജ് വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന നാരോ വാട്ടർ ബോഡിയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, വി ഹാവ് ദ പസഫിക് ഓഷ്യൻ ഹിയർ ആൻഡ് ഹിയർ വി ഹാവ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. എന്നാൽ അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലാൻഡ് മാസ് അതിനിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം, പസഫിക് ഓഷ്യനിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നാരോ പാത്വേ ഉണ്ട്. ഈ നാരോ പാത്വേ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. സോ രണ്ട് വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന നാരോ വാട്ടർ ബോഡിയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഗുഡ്സ് നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നുകിൽ ഇതുവഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാസസ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള നാരോ വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്ട്രെയിറ്റിന്റെ പേരെന്താണ്? പനാമ കനാൽ എന്നാണ്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്. നാച്ചുറലി ഉള്ള സ്ട്രെയിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത സ്ട്രെയിറ്റ്സ് ഉണ്ട്. ലൈക്ക് സ്യൂസ് കനാൽ, അതുപോലെ തന്നെ പനാമ കനാൽ പോലുള്ള ആർട്ടിഫിഷ്യൽ സ്ട്രെയിറ്റ്സും ഉണ്ട്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഗ്ലോബൽ ഗുഡ്സിന്റെ ട്രേഡിൽ 25% കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയ മലാക്ക സ്ട്രെയിറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇവിടെ ഇന്തോനേഷ്യയുടെയും അതുപോലെ തന്നെ ഇവിടെ മലേഷ്യയുടെയും ഇടയിലായിട്ടാണ് ഈ ഒരു മലാക്ക സ്ട്രെയിറ്റ് കാണപ്പെടുന്നത്. Here we have the Andaman Sea. ആൻഡമാൻ സീയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സൗത്ത് ചൈന സീയും കാണപ്പെടുന്നു. ആൻഡമാൻ സീയെയും അതുപോലെ തന്നെ സൗത്ത് ചൈന സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ് മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഗുഡ്സ് ട്രേഡിന്റെ 25% നടക്കുന്നത് മലാക്ക സ്ട്രെയിറ്റിലൂടെയാണ്. ഇവിടെ ചൈന, ജപ്പാൻ മുതലായ മാനുഫാക്ചറിങ് കൺട്രീസിൽ നിന്ന് ഗുഡ്സ് ഇങ്ങോട്ടേക്കും, പിന്നെ ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസും എനർജിയും എല്ലാം തന്നെ ഈ ഒരു പാത്വേയിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോക്ക് പോയിന്റ് ആണ് മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ മലാക്ക സ്ട്രെയിറ്റിന് താഴെയായിട്ട് തന്നെ വിത്തിൻ ഇന്തോനേഷ്യ ഒരു സ്ട്രെയിറ്റ് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സുണ്ട സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. സുണ്ട സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ഐലൻഡ്സ് ആയിട്ടുള്ള ജാവയും അതുപോലെ തന്നെ സുമാത്രയെയും വേർതിരിക്കുന്ന സ്ട്രെയിറ്റ് ആണ് സുണ്ട സ്ട്രെയിറ്റ്. നമുക്ക് ഈ ഒരു മാപ്പിൽ നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെയാണ് ജാവ എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഐലൻഡ് ആൻഡ് ഇവിടെ ഉള്ളത് സുമാത്രയാണ്. ഇതിനിടയിലുള്ള സ്ട്രെയിറ്റിനെയാണ് നമ്മൾ സുണ്ട സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. സുണ്ട സ്ട്രെയിറ്റ്. ഈ ഒരു മലാക്ക സ്ട്രെയിറ്റിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പലപ്പോഴും നമ്മൾ സുണ്ട സ്ട്രെയിറ്റ് ഉപയോഗിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ മലാക്ക സ്ട്രെയിറ്റ് ഈസ് ദ ബിസിയസ്റ്റ് സ്ട്രെയിറ്റ് ആൻഡ് ഇവിടെ ഉള്ള മലാക്ക സ്ട്രെയിറ്റ് ഉള്ളത് കൊണ്ട്, അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഡെവലപ്മെന്റ് വന്നിട്ടുള്ള ഒരു പോർട്ട് കൺട്രിയാണ് സിംഗപ്പൂർ. എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ഇത്രയും ഡെവലപ്ഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോക്ക് പോയിന്റിൽ, ആ ഒരു മാരിടൈം ട്രേഡിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം ഒരു ഡെവലപ്മെന്റ് വരാനുണ്ടായ സാഹചര്യം. പ്രധാനപ്പെട്ട രണ്ട് സ്ട്രെയിറ്റുകളായിട്ടുള്ള മലാക്ക സ്ട്രെയിറ്റും സുണ്ട സ്ട്രെയിറ്റും നമ്മൾ കണ്ടു. ഇനി നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള
പാക് സ്ട്രെയിറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. പാക് സ്ട്രെയിറ്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടത്തിൽ മദ്രാസ് ഗവർണർ ആയിട്ടുള്ള റോബർട്ട് പാക്കിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു പാക് സ്ട്രെയിറ്റിന്റെ പേര് വന്നിട്ടുള്ളത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ടാണ് ഈ ഒരു പാക് സ്ട്രെയിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏതൊക്കെ രണ്ട് വാട്ടർ ബോഡീസിനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക് ബേയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു മാപ്പ് നോക്കാം. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബേ ഓഫ് ബംഗാളും അതുപോലെ തന്നെ പാക് ബേയും അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പാക് സ്ട്രെയിറ്റ്. പാക് ബേ പിന്നീട് എങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്റേൺ നമുക്ക് പറയാനായിട്ട് സാധിക്കും ബേ ഓഫ് ബംഗാളിനെയും ഗൾഫ് ഓഫ് മാന്നാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് പാക് സ്ട്രെയിറ്റ്. സോ ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിലൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. നമ്മുടെ പേർഷ്യൻ ഗൾഫിനും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനും ഇടയിലായിട്ടാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് മുകളിലുള്ള കൺട്രിയാണ് ഇറാൻ. അതിന്റെ സൗത്ത് സൈഡിലായിട്ട് രണ്ട് കൺട്രീസ് നമുക്ക് കാണാൻ സാധിക്കും, UAE അതുപോലെ തന്നെ ഒമാൻ. നോർത്തിലായിട്ട് ഇറാനും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് UAE ഒമാനും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ട്രെയിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറേബ്യൻ കൺട്രീസിൽ നിന്നുള്ള ഓയില് മറ്റു പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഏഷ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസിലേക്ക് എത്തുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ്. ഏകദേശം ഓയിൽ ട്രേഡിന്റെ 20% ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ റീസെന്റ് LPG ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. സോ വെരി വെരി ഇമ്പോർട്ടന്റ്, നന്നായിട്ട് പഠിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് സ്യൂയിസ് കനാൽ എന്ന് പറയുന്നത്. നമ്മുടെ സിനായി പെൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയും ഏഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ലാൻഡ് മാസിനെയാണ് നമ്മൾ സിനായി പെനിൻസുല എന്ന് പറയുന്നത്. ഈ ഒരു സിനായി പെനിൻസുല റീജിയന്റെ ലെഫ്റ്റ് ഭാഗത്തു കൂടി നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കനാലാണ് സ്യൂസ് കനാൽ. നമ്മുടെ ഈ മെഡിറ്ററേനിയൻ സീയിലേക്ക് സ്യൂസ് കനാൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരേ ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രവേശന കവാടമാണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ. നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് മാത്രമേ മെഡിറ്ററേനിയൻ സീയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളായിരുന്നു. ആ ഒരു സ്ട്രെയിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ. എന്നാൽ 1869 നമ്മൾ ഈ ഒരു സ്യൂസ് കനാൽ നിർമ്മിക്കുന്നത്. അങ്ങനെ സ്യൂസ് കനാൽ നിർമ്മിച്ചതോടുകൂടി ഈ റീജിയനിൽ നിന്നും മെഡിറ്ററേനിയൻ റീജിയനിലേക്ക് ആക്സസ് ലഭിക്കുകയാണ് ഉണ്ടായത്. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് സ്യൂസ് കനാൽ എന്ന് പറയുന്നത്. സ്യൂസ് കനാലിലൂടെ ഗ്ലോബൽ ട്രേഡിന്റെ ഒരു മേജർ ഭാഗം തന്നെ സ്യൂസ് കനാലിലൂടെയും കടന്നു പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് സ്യൂസ് കനാൽ എന്ന് പറയുന്നത്. ഏതൊക്കെ വാട്ടർ ബോഡീസിനാണ് ഇത് കണക്ട് ചെയ്യുന്നത്? മെഡിറ്ററേനിയൻ സീയെയും അതുപോലെ തന്നെ റെഡ് സീയെയും കണക്ട് ചെയ്യുന്ന കനാലാണ് സ്യൂസ് കനാൽ. ആൻഡ് ഏത് വർഷമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? 1869 മെഡിറ്ററേനിയൻ സീ ആൻഡ് റെഡ് സീയെ കണക്ട് ചെയ്യുന്നതാണ് സ്യൂസ് കനാൽ. ആൻഡ് ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ കനാലാണ്. പനാമ കനാൽ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ കനാലാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെയിറ്റ് ആണ് ബാബൽ മണ്ഡപ്. നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പറഞ്ഞു, ഇവിടെ സ്യൂസ് കനാൽ പറഞ്ഞു. ആൻഡ് ഹിയർ വി ഹാവ് ബാബൽ മണ്ഡപ്. മണ്ഡപ് റെഡ് സീയെയും അതുപോലെ തന്നെ അറേബ്യൻ സീയെയും കണക്ട് ചെയ്യുന്നു. റെഡ് സീയെയും അറേബ്യൻ സീയും ഈ വഴിയുള്ള ട്രേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്യൂസ് കനാലും അതുപോലെ തന്നെ ബാബൽ മണ്ഡപം. നമ്മൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഈ ഒരു ബാബൽ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസിലുള്ള സ്ട്രെയിറ്റ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏരിയാസിലേക്കുള്ള ചരക്ക് ഗതാഗതം ഒക്കെ മുടങ്ങും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്സ് ആണ് ബാബൽ മണ്ഡപ്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, സ്യൂസ് കനാൽ ഒക്കെ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാനിഷ് സ്ട്രെയിറ്റ് ആണ്. യൂറോപ്പിന്റെ ഭാഗത്തുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് ഡാനിഷ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. നോർത്ത് സീയെയും അതുപോലെ തന്നെ ബാൾട്ടിക് സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇതുവഴി ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ഡാനിഷ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രെയിറ്റ്സ് ചേർന്നിട്ടുള്ളതാണ്. ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ചേർന്നിട്ടാണ് ഈ ഡാനിഷ് സ്ട്രെയിറ്റ് ഫോം ചെയ്തിരിക്കുന്നത്.
അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ നോക്കിയിട്ടുള്ള പനാമ കനാലാണ്. ഇവിടെ പസഫിക് ഓഷൻ ഉണ്ട്, അതുപോലെ തന്നെ വി ഹാവ് അറ്റ്ലാന്റിക് ഓഷൻ ഹിയർ. അറ്റ്ലാന്റിക് ഓഷൻ, പസഫിക് ഓഷനെയും അറ്റ്ലാന്റിക് ഓഷനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് പനാമ കനാൽ. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. തുടക്ക കാലഘട്ടങ്ങളിൽ ഇതുവഴിയായിരുന്നു, ഈ ഒരു പ്രദേശം വഴിയായിരുന്നു ഇങ്ങോട്ടേക്ക് ചരക്കുകൾ എത്തിപ്പെട്ടിരുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടായിരുന്നു. എപ്പോഴും സ്റ്റോംസ് ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടായിരുന്നു. എന്നാൽ ഇത് വന്നതോടുകൂടി ഏകദേശം 8,000 മൈൽസിലേക്ക് ഈ ഒരു ദൂരം ചുരുക്കാനായിട്ട് പറ്റി. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. നമ്മൾ പറഞ്ഞു മെഡിറ്ററേനിയൻ സീയിലേക്കുള്ള പ്രവേശന കവാടമാണ് സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് ഓഷനെയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ വാട്ടർ ബോഡിയാണ് സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ റഷ്യ ഉക്രൈൻ വാറിന്റെ സമയത്ത് കണ്ടിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ആണ് ബോസ്ഫോറസ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സ്ട്രൈറ്റ് ആണ് ബോസ്ഫോറസ് സ്ട്രൈറ്റ്. സോ ബോസ്ഫോറസ് സ്ട്രൈറ്റ് ഏതൊക്കെ വാട്ടർ ബോഡീസിനെയാണ് കണക്ട് ചെയ്യുന്നത്? ബ്ലാക്ക് സീയെയും അതുപോലെ തന്നെ സീ ഓഫ് മർമറയുമാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കിത് വേൾഡ് മാപ്പിൽ വരയ്ക്കാം. ഫസ്റ്റ് ഇതെല്ലാം നോക്കിയതിന് ശേഷം ഒരു വേൾഡ് മാപ്പിൽ നമുക്ക് എല്ലാം അടയാളപ്പെടുത്താം. ഏതൊക്കെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ബ്ലാക്ക് സീയെയും അതുപോലെ തന്നെ സീ ഓഫ് മർമറയുമാണ് കണക്ട് ചെയ്യുന്നത്. ഇതിന് താഴെയായിട്ട് നമുക്ക് വേറൊരു സ്ട്രൈറ്റും കാണാനായിട്ട് പറ്റും. സ്ട്രൈറ്റ് ഓഫ് ഡാർഡനലിസ് എന്നറിയപ്പെടുന്നു. സീ ഓഫ് മർമറയെയും അതുപോലെ തന്നെ ഏജിയൻ സീയെയും കണക്ട് ചെയ്യുന്നു. നമുക്ക് വേൾഡ് മാപ്പിൽ ഇതെല്ലാം തന്നെ ഒന്ന് വരയ്ക്കാം. സുണ്ട സ്ട്രൈറ്റ് നമ്മൾ അടയാളപ്പെടുത്തി, മലാക്ക സ്ട്രൈറ്റ് ആൻഡ് പാക് സ്ട്രൈറ്റ് അടയാളപ്പെടുത്തി. ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഹോർമൂസ്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വരുന്നത്. പേർഷ്യൻ ഗൾഫിനെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനെയും കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബാബൽ മണ്ഡബ് വരുന്നുണ്ട്. റെഡ് സീയെയും അതുപോലെ തന്നെ അറേബ്യൻ സീയെയും കണക്ട് ചെയ്യുന്നു. ഹിയർ വി ഹാവ് സ്യൂസ് കനാൽ. സ്യൂസ് കനാൽ മെഡിറ്ററേനിയൻ സീയെയും അതുപോലെ തന്നെ റെഡ് സീയെയും കണക്ട് ചെയ്യുന്നു. ബ്ലാക്ക് സീയുടെ ഭാഗത്തായിട്ട് ബോസ്ഫോറസ് സ്ട്രൈറ്റ് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡാർഡനലിസ് സ്ട്രൈറ്റും കാണുന്നു. ഇവിടെ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് മെഡിറ്ററേനിയൻ സീയിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇവിടെ പനാമ കനാൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈറ്റുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ചോദിക്കാം. അതുകൊണ്ട് ഒരു വേൾഡ് മാപ്പിൽ വരച്ച് തന്നെ പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം ഒരു വേൾഡ് മാപ്പ് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അറ്റ്ലസിൽ അടയാളപ്പെടുത്തിയാലും മതി. എന്ത് ചെയ്യുക? ഈ സ്ട്രൈറ്റ്സുകളെല്ലാം തന്നെ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് എക്സാമിന് കുറച്ച് ദിവസം മുന്നേ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. കൃത്യമായിട്ട് മൈൻഡിൽ പിക്ചറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ KS മെന്ററിന്റെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. സോ നന്നായി പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.